നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. സൗദിയിൽ വിദേശ തൊഴിലാളികളുടെ വർക്ക് പെർമിറ്റ് 3 വിഭാഗമായി തിരിച്ചു. ചെയ്യുന്ന തൊഴിലിനെ അടിസ്ഥാനമാക്കിയാണ് തരംതിരിച്ചത്. ഇന്നു മുതൽ 2 ഘട്ടങ്ങളായി തീരുമാനം നടപ്പിലാക്കും. ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ ആകർഷിക്കുന്നതിനും ജീവനക്കാരുടെ പ്രകടനം മെച്ചപ്പെടുത്തുന്നതിനുമാണ് സൗദിയിൽ വർക്ക് പെർമിറ്റിനെ തരംതിരിച്ചത്. നൈപുണ്യ നിലവാരത്തെ അടിസ്ഥാനമാക്കി 3 തരം വർക്ക് പെർമിറ്റാണ് അനുവദിക്കുകയെന്ന് സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു. ഉയർന്ന വൈദഗ്ധ്യമുള്ളവർ, അടിസ്ഥാന യോഗ്യതയുള്ളവർ എന്നിവയാണ് 3 വിഭാഗങ്ങൾ. വിദ്യാഭ്യാസ യോഗ്യത, തൊഴിൽ പരിചയം, കഴിവ് എന്നിവയ്ക്കനുസരിച്ചാണ് തരംതിരിക്കുക. ഓരോ വിഭാഗത്തിനുമുള്ള ശമ്പളം, പ്രായപരിധി തുടങ്ങിയവയും മന്ത്രാലയം തീരുമാനിക്കും. നല്ല വൈദഗ്ധ്യമുള്ള തൊഴിലാളികളാണ് ആദ്യ 2 വിഭാഗങ്ങളിൽ ഉൾപ്പെടുക. അടിസ്ഥാന വിഭാഗത്തിൽപ്പെടുന്നവർക്ക് മന്ത്രാലയം നിശ്ചയിക്കുന്ന മറ്റു യോഗ്യത ഉണ്ടായിരിക്കുകയും 60 വയസ്സിൽ കൂടുതൽ പ്രായമില്ലാതിരിക്കുകയും വേണം. 2 ഘട്ടങ്ങളായാണ് പുതിയ തീരുമാനം നടപ്പിലാക്കുക. ഇന്ന് അഥവാ 2025 ജൂലൈ 6 ആരംഭിച്ച ആദ്യഘട്ടത്തിൽ നിലവിലുള്ള തൊഴിലാളികൾക്ക് പുതിയ വർക്ക് പെർമിറ്റ് അനുവദിക്കും. 2025 ഓഗസ്റ്റ് 3 രണ്ടാം ഘട്ടം ആരംഭിക്കും. ഈ ഘട്ടത്തിൽ പുതുതായി സൗദിയിലെത്തിയവർക്ക് പുതിയ വർക്ക് പെർമിറ്റ് അനുവദിക്കും. മന്ത്രാലയത്തിന്റെ കിവ പ്ലാറ്റ്ഫോം വഴി വർക്ക് പെർമിറ്റിന്റെ തരം മാറ്റാനുള്ള അവസരമുണ്ടാകും. വിദേശ നിക്ഷേപകരെയും വിദഗ്ധ തൊഴിലാളികളെയും സൗദിയിലേക്ക് ആകർഷിക്കുന്നതിന് പുതിയ തീരുമാനം കാരണമാകുമെന്നാണ് പ്രതീക്ഷ. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ഖത്തറിൽ ഏകദേശം 36 ദശലക്ഷം റിയാലിന്റെ നികുതി വെട്ടിപ്പ് നടത്തിയ 13 കമ്പനികളെ പബ്ലിക് പ്രോസിക്യൂഷന് റഫർ ചെയ്തതായി ജനറൽ ടാക്സ് അതോറിറ്റി അറിയിച്ചു. സുതാര്യവും വ്യവസ്ഥാപിതവുമായ നികുതി സംവിധാനം നടപ്പിലാക്കുന്നതിനുള്ള ഭാഗമായാണ് നടപടി. 2025 ആദ്യ പകുതിയിലുടനീളം കമ്പനിയുടെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് നടത്തിയ വിശദമായ പരിശോധനയിലാണ് നികുതി വെട്ടിപ്പ് കണ്ടെത്തിയതെന്ന് അധികൃതർ വ്യക്തമാക്കി. കമ്പനികൾ അവരുടെ യഥാർത്ഥ വരുമാനം മനഃപൂർവ്വം മറച്ചുവെച്ച സംഭവങ്ങൾ ഉൾപ്പെടെ കാര്യമായ നികുതി ക്രമക്കേടുകൾ ഈ അന്വേഷണങ്ങളിൽ കണ്ടെത്തി. ഖത്തർ നാഷണൽ വിഷൻ 2030യുടെ ലക്ഷ്യങ്ങൾ മുൻനിർത്തി മെച്ചപ്പെട്ട നികുതി വ്യവസ്ഥയിലൂടെ സാമ്പത്തിക സ്ഥിരത കൈവരിക്കുകയാണ് ഇത്തരം നടപടികളിലൂടെ ജനറൽ ടാക്സ് അതോറിറ്റി ലക്ഷ്യമിടുന്നത്. കുവൈറ്റിൽ മലയാളി യുവാവ് മരിച്ചു. കൊല്ലം കരുനാഗപ്പള്ളി മണപ്പള്ളി തെക്കേ വെങ്കടക്കൽ ബാലകൃഷ്ണപിള്ളയുടെ മകൻ ഉണ്ണികൃഷ്ണപിള്ളയാണ് ജോലിസ്ഥലത്ത് വെച്ചുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചത്. 49 വയസ്സായിരുന്നു. ബദർ അൽ മുല്ല കമ്പനിയിലെ ജീവനക്കാരനാണ്. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ബഹ്റൈൻ ഇന്ത്യൻ ക്ലബിൽ നടന്ന വിദ്യാർത്ഥികളുടെ ഭരതനാട്യം അരങ്ങേറ്റം നൃത്യാഞ്ജലി 2025 നടത്തി. പ്രമുഖ നൃത്താധ്യാപികയായ രേഖ അജിത്തിന്റെ ശിക്ഷണത്തിൽ ഭരതനാട്യം അഭ്യസിച്ച വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റമാണ് നടന്നത്. ബഹ്റിനിലെ പ്രമുഖ നൃത്താധ്യാപികയായ രേഖ അജിത് കലാക്ഷേത്രയുടെ ശിക്ഷണത്തിൽ ഭരതനാട്യം അഭ്യസിച്ച വിദ്യാർത്ഥിനികളുടെ അരങ്ങേറ്റം നൃത്യാഞ്ജലി 2025 ശ്രദ്ധേയമായി. അദ്വിക സിജു, ബ്രിഷോണ ഫാബിയോള ആന്റോവനീഷ്, മറിയ മേഘ, റംസിയ അബ്ദുൾ റസാഖ്, ഋത്സിക കുമാർ, ശ്രീപാല നിജിൽ കർത്ത, ശ്രീഭദ്ര നിജിൽ കർത്ത എന്നീ 7 വിദ്യാർത്ഥിനികളുടെ അരങ്ങേറ്റമാണ് ഇന്ത്യൻ ക്ലബിൽ നടന്നത്. അരങ്ങേറ്റ പരിപാടിയിൽ മുഖ്യാതിഥികളായി ക്രൗൺ ഇൻഡസ്ട്രീസ് BSE CEO G ത്യാഗരാജൻ, ബഹ്റിൻ കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, ബഹ്റിൻ മീഡിയ സിറ്റി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത്, ന്യൂ ഹൊറൈസൺ സ്കൂൾ ചെയർമാൻ ജോയ് മാത്യൂസ് എന്നിവർ പങ്കെടുത്തു. പേരന്റ്സ് റെപ്രസെന്റേറ്റീവ് രൂപ ഏവർക്കും സ്വാഗതം ആശംസിച്ച പരിപാടിയിൽ വിശിഷ്ടാതിഥികളും അരങ്ങേറ്റം അവതരിപ്പിച്ച വിദ്യാർത്ഥിനികളുടെ രക്ഷിതാക്കളും നൃത്താധ്യാപിക രേഖ അജിത് എന്നിവരും ചേർന്ന് ഭദ്രദീപം കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. G ത്യാഗരാജൻ, ഫ്രാൻസിസ് കൈതാരത്ത്, ജോയ് മാത്യൂസ് എന്നിവർ അരങ്ങേറുന്ന ഓരോ കുട്ടികൾക്കും ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഭരതനാട്യ അരങ്ങേറ്റം കൂടാതെ കാണികൾക്ക് കണ്ണിനും മനസ്സിനും കുളിർമയേകുന്നതിനായി റിയ നമ്പ്യാർ, ശ്രീദേവി രാജൻ എന്നിവർ അവതരിപ്പിച്ച മോഹിനിയാട്ടവും, ശ്രേയ മനോജ്, ശ്രീദേവി രാജ്, ദേവിക മനോജ്, സംവൃത രവീന്ദ്രൻ എന്നിവരുടെ നൃത്ത പരിപാടികളും നൃത്യാഞ്ജലി 2025ന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണഭൂതനായ ഈശ്വരനെയും ഗുരുവിനെയും സദസ്സിനെയും വണങ്ങി പുഷ്പങ്ങൾ അർപ്പിക്കുന്ന പുഷ്പാഞ്ജലിയോടുകൂടിയായിരുന്നു അരങ്ങേറ്റത്തിന് തുടക്കമായത്. ഏറ്റവും ഒടുവിൽ ഈശ്വരനും ഗുരുവിനും സദസ്സിനും നമസ്കാരം അർപ്പിച്ചുകൊണ്ട് നടത്തിയ മംഗളം നൃത്തത്തോടുകൂടി നൃത്യാഞ്ജലി 2025 ഭരതനാട്യം അരങ്ങേറ്റത്തിന് തിരശീല വീണു. തുടർന്ന് ബഹ്റൈനിലെ പ്രശസ്ത സൗണ്ട് എഞ്ചിനീയറും കലാപ്രവർത്തകനുമായ ജോസ് ഫ്രാൻസിസിന് കലാപ്രവർത്തനങ്ങളെ മാനിച്ച് വേദിയിൽ അതിഥികൾ ചേർന്ന് മെമന്റോ കൈമാറി. കൂടാതെ ഇവന്റ് മാനേജർ ഫ്രാൻസിസ് കൈതാരത്തിനെയും വേദിയിൽ മെമന്റോ നൽകി ആദരിച്ചു. മോഹിനിയാട്ടവും മറ്റ് നൃത്തരൂപങ്ങളും അവതരിപ്പിച്ച കുട്ടികൾക്കും അതിഥികൾ വേദിയിൽ മെമന്റോ നൽകി. 8 വർഷത്തോളമായി കുട്ടികളെ നൃത്തം അഭ്യസിപ്പിച്ച് അരങ്ങിലെത്തിച്ച ഗുരു രേഖ അജിത്തിനെയും നൃത്ത പരിപാടികൾ അവതരിപ്പിച്ച തങ്ങളുടെ ഓരോ കുട്ടികളെയും മനോഹരമായി അണിയിച്ചൊരുക്കിയ മേക്കപ്പ് ആർട്ടിസ്റ്റ് ലളിത ധർമ്മരാജനെയും നൃത്യാഞ്ജലി
2025 എന്ന പരിപാടിയിൽ അവതാരകയായി പരിപാടികൾ നിയന്ത്രിച്ച പ്രജീഷയെയും മാതാപിതാക്കൾ സ്നേഹോപഹാരം നൽകി ആദരിച്ചു. പരിപാടിയിൽ കനി ജോൺ നന്ദി രേഖപ്പെടുത്തി. 24 ബഹ്റൈൻ. റിയാദിൽ ദിശ സെൻട്രൽ പ്രവിശ്യയുടെ നേതൃത്വത്തിൽ യോഗ മീറ്റ് സംഘടിപ്പിച്ചു. റിയാദ് മലാസിൽ നടന്ന പരിപാടി ഇന്ത്യൻ എംബസി കമ്മ്യൂണിറ്റി വെൽഫെയർ വിഭാഗം കൌൺസിലർ വൈ സാബിർ ഉദ്ഘാടനം ചെയ്തു. ദിശ സൗദി നാഷണൽ പ്രസിഡന്റ് കനകലാൽ KMന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ നേപ്പാൾ അംബാസഡർ ഡോക്ടർ നരേഷ് ബിക്രം ധക്കൽ മുഖ്യാതിഥിയായിരുന്നു. ശ്രീലങ്കൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി മുന സിൻഹ, നേപ്പാൾ കൌൺസിലർ കവിരാജ് ഉപ്രതി, ഇറാം ഹോൾഡിംഗ്സ് HR and PR ഡയറക്ടർ മുഹമ്മദ് അൽ മറി, ഇറാം കോർപ്പറേറ്റ് അഫയേഴ്സ് സീനിയർ മാനേജർ സന്തോഷ് നായർ, സൗദി യോഗ കമ്മിറ്റി മുൻ ബോർഡ് അംഗമായ ദുവ അൽ അറബി, പ്രവാസി ഭാരതീയ സമ്മാൻ ജേതാവ് ഡോക്ടർ സയ്യിദ് അൻവർ ഖുർഷീദ്, ഡ്യൂൺസ് പ്രിൻസിപ്പൽ സംഗീത അനൂപ്, IOF സൗദി നാഷണൽ പ്രസിഡന്റ് ദേവേന്ദ്ര ബംഗ്ലെ, സയൻസ് ഇന്ത്യ ഫോറം സൗദി നാഷണൽ പ്രസിഡന്റ് ബിജു മുല്ലശ്ശേരി, സംസ്കൃത ഭാരതി സൗദി സഹസംയോജിക പ്രഭ സേതുരാമൻ എന്നിവർ സംസാരിച്ചു. ദിശ സെൻട്രൽ പ്രവിശ്യ പ്രസിഡന്റ് സേതുരാമൻ ഗണപതി സ്വാഗതവും ജനറൽ സെക്രട്ടറി RT ഗിരിലാൽ നന്ദിയും പറഞ്ഞു. തുടർന്ന് ഇന്റർനാഷണൽ യോഗ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള യോഗ പ്രദർശനവും നടന്നു. ഇന്ത്യ, സൗദി അറേബ്യ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, നേപ്പാൾ, ഫിലിപ്പീൻസ്, ഈജിപ്ത്, പാകിസ്ഥാൻ തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുത്ത യോഗ പ്രദർശനത്തിന് യോഗ ഗുരു സജിൻ MJ നേതൃത്വം നൽകി. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ കൊണ്ടോട്ടിക്കാരുടെ കൂട്ടായ്മയായ കൊണ്ടോട്ടിയൻസ് അറ്റ് ദമാം പ്രവർത്തകരുടെ ജനറൽ ബോഡി യോഗം ദമാമിലെ തറവാട്ടിൽ വെച്ച് നടന്നു. പ്രസിഡന്റ് ആലിക്കുട്ടി ഒളവട്ടൂർ യോഗം ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ C അബ്ദുൽ ഹമീദിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. കിഴക്കൻ പ്രവിശ്യയിലെ എല്ലാ കൊണ്ടോട്ടിയൻസിനെയും മറ്റു മലയാളി സമൂഹത്തെയും കുടുംബസമേതം പങ്കെടുപ്പിച്ച് സെപ്റ്റംബറിൽ കൊണ്ടോട്ടി മഹോത്സവം വൈദ്യർ നൈറ്റ് എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. പരിപാടിയുടെ കരട് കൺവീനർ സിദ്ദിഖ് ആനപ്ര അവതരിപ്പിച്ചു. റിയാസ് M ആസിഫ്, കൊണ്ടോട്ടി റസാഖ് ബാബു എന്നിവർ വിവിധ പദ്ധതികൾ അവതരിപ്പിച്ചു. ജനറൽ സെക്രട്ടറി അഷ്റഫ് കൊണ്ടോട്ടി, ഓർഗനൈസിംഗ് ഷമീർ കൊണ്ടോട്ടി എന്നിവർ സംസാരിച്ചു. ജീവകാരുണ്യ മേഖലകളിൽ ജീവിതം സമർപ്പിച്ച ഈസക്കയുടെ ഓർമ്മയ്ക്കായി നിർമ്മിക്കുന്ന ചാരിറ്റി ടവർ കാരുണ്യ മേഖലയിലെ മികച്ച മാതൃകയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. അന്തരിച്ച ഖത്തർ KMCC സീനിയർ വൈസ് പ്രസിഡന്റും കലാകായിക ജീവകാരുണ്യ മേഖലകളിലെ സജീവ സാന്നിധ്യവുമായിരുന്ന K മുഹമ്മദ് ഈസയുടെ ഓർമ്മയ്ക്കായാണ് ടവർ നിർമ്മിക്കുന്നത്. മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KMCC നിർമ്മിക്കുന്ന ചാരിറ്റി ടവറിന്റെ പ്രഖ്യാപനം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. പെരിന്തൽമണ്ണ CH സെന്റർ പ്രവർത്തനങ്ങൾക്ക് സ്ഥിര വരുമാനം വേണമെന്ന ഈസക്കയുടെ സ്വപ്ന പദ്ധതിയാണ് KMCC യാഥാർത്ഥ്യമാക്കുന്നത്. KMCC സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൽ സമദ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട KS സൈനുൽ ആബിദിനെ ചടങ്ങിൽ ആദരിച്ചു. ബ്രിക്സ് സംഘടനയെ പോലെ കാലത്തിനനുസരിച്ച് മാറാൻ ഐക്യരാഷ്ട്ര സംഘടനകൾക്ക് കഴിയണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 17ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു മോദി. കാലത്തിനനുസരിച്ച് മാറാൻ കഴിയുന്നതിന്റെ തെളിവാണ് ബ്രിക്സിന്റെ വികാസം. സുരക്ഷാ കൗൺസിലും ലോക വ്യാപാര സംഘടനകളും ബഹുരാഷ്ട്ര വികസന ബാങ്കുകളും ഇത്തരത്തിൽ പരിഷ്കരിക്കണം. ലോക ജനസംഖ്യയുടെ 2/3 ഉൾക്കൊള്ളുന്ന ജനവിഭാഗത്തിന് ആഗോളതലത്തിൽ മതിയായ പ്രാതിനിധ്യം കിട്ടുന്നില്ല. ആഴ്ചതോറും സാങ്കേതികവിദ്യ മാറിക്കൊണ്ടിരിക്കുന്ന AI കാലഘട്ടത്തിൽ 80 വർഷത്തിനിടെ ഒരിക്കൽ പോലും ആഗോള സ്ഥാപനങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ലെന്നത് അംഗീകരിക്കാനാവില്ല. 21ാം നൂറ്റാണ്ടിലെ സോഫ്റ്റ്വെയർ 20ാം നൂറ്റാണ്ടിലെ ടൈപ്പ്റൈറ്ററിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയില്ലെന്ന് മോദി പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണവും ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി ഉന്നയിച്ചു. മാനവരാശിക്കെതിരെയുള്ള ആക്രമണമായിരുന്നു പഹൽഗാം. ഭീകരരെ പിന്തുണയ്ക്കുന്നവരെയും ഇരകളെയും ഒരുപോലെ കാണരുതെന്നും നരേന്ദ്രമോദി ബ്രിക്സ് ഉച്ചകോടിയിൽ പറഞ്ഞു. അമേരിക്കയിലെ ടെക്സസിൽ മിന്നൽ പ്രളയത്തിൽ മരണം 51ആയി. മരിച്ചവരിൽ 15 കുട്ടികളും ഉൾപ്പെടുന്നു. സമ്മർ ക്യാമ്പിൽ നിന്ന് കാണാതായ 21 കുട്ടികളെ കണ്ടെത്താനായിട്ടില്ല. മേഖലയിൽ വീണ്ടും വെള്ളപ്പൊക്കമുണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ട്. കനത്ത മഴയെ തുടർന്ന് ഇന്നലെ ടെക്സസിലെ കെയർ കൌണ്ടിയിലെ ഗാഡിലൂപ്പ് നദിയിൽ 1 മണിക്കൂറിനുള്ളിൽ 26 അടി ജലനിരപ്പ് ഉയർന്നതാണ് മിന്നൽ പ്രളയത്തിന് ഇടയാക്കിയത്. മൊബൈൽ ഹോമുകൾ, സമ്മർ ക്യാമ്പുകൾ, ക്യാമ്പിംഗ് സ്ഥലങ്ങൾ എന്നിവയാണ് പ്രളയം ഏറ്റവും കൂടുതൽ ബാധിച്ചത്. ക്യാമ്പ് മിസ്റ്റിക് എന്ന പെൺകുട്ടികൾ മാത്രമുണ്ടായിരുന്ന ക്രിസ്ത്യൻ വേനൽക്കാല ക്യാമ്പിന്റെ കാണാതായ 27 പെൺകുട്ടികളെ കണ്ടെത്താനുള്ള തിരച്ചിൽ തുടരുകയാണ്. തിരച്ചിൽ ഊർജിതമാക്കിയതായും രക്ഷാപ്രവർത്തനത്തിന് ഫെഡറൽ സർക്കാർ ട്രംപ് ഭരണകൂടവുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണെന്നും ടെക്സസ് ഗവർണർ വ്യക്തമാക്കി. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ ചിലവുകൾ
ട്രംപ് ഭരണകൂടം വഹിക്കുമെന്ന് ടെക്സസിനെ അറിയിച്ചു. മേഖലയിൽ വീണ്ടും വെള്ളപ്പൊക്കമുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതേ പ്രദേശത്തു തന്നെ വീണ്ടും 10 ഇഞ്ച് വരെ മഴയാണ് പ്രവചിക്കപ്പെടുന്നത്. അടിയന്തര സാഹചര്യം നേരിടാൻ സർക്കാർ പ്രാദേശിക അധികാരികളുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഡൊണാൾഡ് ട്രംപുമായി ഉടക്കിപ്പിരിഞ്ഞതിന് പിന്നാലെ അമേരിക്കയിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച് ഇലോൺ മസ്ക്. പൗരന്മാർക്ക് സ്വാതന്ത്ര്യം തിരിച്ചു നൽകുന്നതിനാണ് ദ അമേരിക്ക പാർട്ടി എന്ന് മസ്ക് വ്യക്തമാക്കി. ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ നിയമമായതിന് പിന്നാലെയാണ് മസ്കിന്റെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം. സമൂഹമാധ്യമമായ എക്സിലൂടെയായിരുന്നു മസ്കിന്റെ പാർട്ടി പ്രഖ്യാപനം. ജനങ്ങളുടെ സ്വാതന്ത്ര്യം തിരിച്ചു നൽകുന്നതിനാണ് പുതിയ പാർട്ടിയെന്ന് മസ്ക് വ്യക്തമാക്കി. ധൂർത്തും അഴിമതിയും കൊണ്ട് രാജ്യത്തെ പാപ്പരാക്കുന്ന കാര്യത്തിൽ അമേരിക്കക്കാർ ജീവിക്കുന്നത് ജനാധിപത്യ സംവിധാനത്തിലല്ല, ഏകകക്ഷി സംവിധാനത്തിലാണെന്നും മസ്ക് ആരോപിച്ചു. ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിനെ ചൊല്ലിയാണ് ഇലോൺ മസ്കും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഉടക്കിപ്പിരിഞ്ഞത്. ട്രംപിന്റെ നികുതി ബിൽ സർക്കാർ ഖജനാവിന് വലിയ ബാധ്യതയാകുമെന്നും സർക്കാർ കാര്യക്ഷമതാ വകുപ്പിന്റെ പ്രവർത്തനത്തെ അത് ദുർബലപ്പെടുത്തുമെന്നും മസ്ക് CBSന്റെ അഭിമുഖത്തിൽ തുറന്നടിച്ചതോടെയാണ് ഇരുവരും തമ്മിലുള്ള സൗഹൃദത്തിന് അന്ത്യമായത്. ഡോജിൽ നിന്നും പുറത്തായ മസ്ക് ട്രംപിനെതിരെ സമൂഹമാധ്യമത്തിലൂടെ കടുത്ത വിമർശനമാണ് ഉയർത്തിയത്. മസ്കിന്റെ കമ്പനികൾക്ക് സർക്കാരിന്റെ കരാറുകളും സബ്സിഡികളും നൽകുന്നത് നിർത്തലാക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. മസ്കിന്റെ ദ അമേരിക്ക പാർട്ടിയുടെ കാര്യത്തിൽ ട്രംപിന്റെ പ്രതികരണം എന്തായിരിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. റിസർച്ച് ഡെസ്ക് 24. ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമയുടെ 90ാം ജന്മദിനം പ്രൗഢഗംഭീരമായി ആഘോഷിച്ചു. ധരംശാലയിലെ മക്ലിയോഡ്ഗഞ്ചിലെ ക്ഷേത്രത്തിൽ നടന്ന ആഘോഷ ചടങ്ങിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു അടക്കമുള്ളവർ പങ്കെടുത്തു. പിൻഗാമി ആരെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ദലൈലാമയ്ക്ക് മാത്രമെന്ന് സിക്കിം മന്ത്രി സോനം ലാമ 24നോട് പറഞ്ഞു. കനത്ത മഴയെ അവഗണിച്ചും ടിബറ്റൻ ബുദ്ധമതത്തിന്റെ ഇന്ത്യയിലെ ആസ്ഥാനമായ മക്ലിയോഡ്ഗഞ്ചിലെ തക്ഷൻ ചോലിംഗ് ബുദ്ധക്ഷേത്രത്തിൽ നടന്ന ആഘോഷത്തിൽ പങ്കെടുക്കാൻ ആയിരങ്ങൾ ഒഴുകിയെത്തി. കേന്ദ്രമന്ത്രിമാരായ കിരൺ റിജിജു, ലല്ലൻ സിംഗ്, അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമ ഖണ്ഡു, വിദേശ പ്രതിനിധികൾ അടക്കം നിരവധി പേർ ചടങ്ങിനെത്തി. ടിബറ്റൻ സംസ്കാരവും പൈതൃകവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രതിബദ്ധതകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് ജന്മദിന സന്ദേശത്തിൽ ദലൈലാമ. അതിനിടെ ദലൈലാമയ്ക്ക് സ്വന്തം പിൻഗാമിയെ തീരുമാനിക്കാൻ അധികാരമില്ലെന്ന് ചൈന ആവർത്തിച്ചു. 700 വർഷത്തിലേറെയായി നിലനിൽക്കുന്ന ഒരു മതപരമായ ആചാരമാണിതെന്നും വ്യക്തിഗത വിവേചനാധികാരത്തിന് വിധേയമല്ലെന്നും ഇന്ത്യയിലെ ചൈനീസ് അംബാസിഡർ സു ഫെയ് ഹോങ് പറഞ്ഞു. എന്നാൽ പിൻഗാമി എങ്ങനെയെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ദലൈലാമയ്ക്ക് മാത്രമെന്ന് സിക്കിം മന്ത്രി സോനം ലാമ 24നോട്. बुद्धिस्ट रिलीजन में कोई नहीं है, इसीलिए कोई कह के मुझे लगता है कोई फर्क नहीं पड़ेगा. ईस होलीनेस बुद्धा के अवतार है, चेहरे जी के अवतार मानता है, इसीलिए ईस होलीनेस से हमारे बुद्धिस्ट सेट में उससे बड़ा कोई नहीं है. ദലൈലാമയുടെ പിൻഗാമിയെ സംബന്ധിച്ച് ചൈനീസ് സമ്മർദ്ദം ശക്തമാകുന്നതിനിടെയാണ് വിപുലമായ ജന്മദിനാഘോഷം സംഘടിപ്പിച്ചത്. ബരാക് ഒബാമയടക്കം 3 US മുൻ പ്രസിഡന്റുമാർ ജന്മദിനത്തിൽ വീഡിയോ സന്ദേശം അയച്ചു. ലോകത്തിലെ മുഴുവൻ ബുദ്ധമത വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും ചടങ്ങിൽ എത്തി. ചൈനീസ് അതിക്രമങ്ങൾക്ക് അഹിംസയിലൂടെ പ്രതിരോധം തീർത്ത് കലുഷിതമായ കാലത്ത് തന്റെ ജനതയെ ശാന്തിയിലേക്ക് നയിച്ച ദലൈലാമ 90ാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ ലോകം മുഴുവൻ അദ്ദേഹത്തിന് ആശംസകളുമായി ഈ കുന്നിൻ മുകളിൽ എത്തുകയാണ്. ധരംശിലയിലെ ദലൈലാമ ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും ജിജീന്ദ്രനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ പിന്തുണച്ച് CPIM-ഉം LDF-ഉം ഒറ്റക്കെട്ടായി രംഗത്ത്. മന്ത്രി രാജിവെക്കേണ്ട കാര്യമില്ലെന്ന് CPIM ജനറൽ സെക്രട്ടറി. വിശദീകരണ യോഗം സംഘടിപ്പിക്കാനൊരുങ്ങുകയാണ് പത്തനംതിട്ടയിലെ LDF. വീണ ജോർജിനെ വിമർശിച്ച CPIM നേതാക്കൾക്കെതിരെ നടപടിയെടുക്കാനും ജില്ലാ സെക്രട്ടേറിയറ്റിൽ തീരുമാനമായി. കോട്ടയം മെഡിക്കൽ കോളേജ് വിഷയത്തിൽ CPIM സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും ആരോഗ്യമന്ത്രിക്ക് പൂർണ്ണ പിന്തുണയുമായി രംഗത്തെത്തിയതിനു പിന്നാലെയാണ് കേന്ദ്ര നേതൃത്വവും പിന്തുണച്ചിരിക്കുന്നത്. മന്ത്രി രാജിവെക്കേണ്ട കാര്യമില്ലെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. കേരളത്തിലെ ആരോഗ്യ മേഖല ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് വളരെ മികച്ചതാണെന്ന് പറയുമ്പോഴും കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഈ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ആത്മാർത്ഥമായിട്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ശ്രമിക്കുന്നത്. അപ്പോൾ അതിൽ
ആ ശ്രമങ്ങൾ വേണ്ടത്ര വേഗതയിലല്ലാത്ത പ്രശ്നമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ പരിഹാരം ഉണ്ടാക്കാം. കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ മികവിനെ ഇടിച്ചു കാണിക്കുന്നതിനകത്ത് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. ഈ മന്ത്രി രാജിവെക്കേണ്ട യാതൊരു ആവശ്യവുമില്ല, അത്രയേ ഉള്ളൂ. പ്രതിപക്ഷ പ്രതിഷേധം ചെറുക്കാൻ പത്തനംതിട്ടയിൽ CPIM തീരുമാനിച്ച വിശദീകരണ യോഗം LDFിൻ്റെതായി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ആറന്മുള നിയോജക മണ്ഡലത്തിൽ വ്യാഴാഴ്ച വിശദീകരണ യോഗം നടത്തും. പഞ്ചായത്ത് തലത്തിൽ റാലിയും പൊതുയോഗങ്ങളും സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. മന്ത്രിയെ വിമർശിച്ച സമൂഹമാധ്യമത്തിൽ പോസ്റ്റിട്ടവർക്കെതിരെ നടപടിയെടുക്കാനും ജില്ലാ സെക്രട്ടേറിയറ്റിൽ തീരുമാനമായി. ലോക്കൽ കമ്മിറ്റികളോടാണ് നടപടിക്ക് നിർദ്ദേശിച്ചിട്ടുള്ളത്. 3 ദിവസത്തിനുള്ളിൽ നടപടിയെടുത്ത ശേഷം സെക്രട്ടേറിയറ്റിന് റിപ്പോർട്ട് നൽകാനാണ് അറിയിച്ചിട്ടുള്ളത്. 24 പത്തനംതിട്ട. നിപ്പ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പാലക്കാട് തച്ചനാട്ടുകര സ്വദേശിനിയുടെ ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിൽ. വെന്റിലേറ്റർ സൗകര്യത്തോടെ ഒരുക്കിയ ഐസൊലേഷൻ മുറിയിലാണ് യുവതി ഉള്ളത്. സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്ര സംഘമെത്തും. അതേസമയം പാലക്കാട്ടുകാരിയുടെ സമ്പർക്ക പട്ടികയിലുണ്ടായിരുന്ന 10 വയസ്സുകാരിയുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇന്നലെ രാത്രിയാണ് യുവതിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. സംസ്ഥാനത്ത് നിലവിൽ നിപ്പ സമ്പർക്ക പട്ടികയിലുള്ളത് 425 പേർ. മലപ്പുറത്ത് 228 പേരും പാലക്കാട് 173 കോഴിക്കോട് 87 പേരുമുണ്ട്. മലപ്പുറത്ത് 12 പേർ ചികിത്സയിൽ, 5 പേർ ICUവിലാണ്. പാലക്കാട് 2 പേർ ഐസൊലേഷനിലുണ്ട്. ഇപ്പോൾ വരെ 3 പേരാണ് സസ്പെക്റ്റഡ് സിംറ്റമാറ്റിക് കേസായിട്ട് കണ്ടുപിടിച്ചത്. അതിൽ ഒരു ആള് നെഗറ്റീവ് വന്നിട്ടുണ്ട്. ബാക്കി 2 പേരുടെ ടെസ്റ്റിംഗ് നടത്തിയിട്ട് റിസൾട്ട് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. ഫസ്റ്റ് ഡോസ് ഓഫ് മോണോക്ലോണൽ ആന്റിബോഡീസ് കൊടുത്തിട്ടുണ്ട്. മറ്റു 2 പേരുടെ കൂടി പരിശോധനാ ഫലം നാളെ പുറത്തു വന്നേക്കും. പാലക്കാട്ടെ സമ്പർക്ക പട്ടികയിൽ 61 പേരും കോഴിക്കോട് ജില്ലയിൽ 87 പേരും ആരോഗ്യ പ്രവർത്തകരാണ്. ഇന്ന് പുറത്തുവന്ന പരിശോധനാ ഫലങ്ങളിൽ മലപ്പുറം ജില്ലയിലെ 4 പേരുടെ ഫലം നെഗറ്റീവായി. 24 പാലക്കാട് കോഴിക്കോട്. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജിന് പാലക്കാട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കരിങ്കൊടി. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പാലക്കാട് വെച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോഗ്യമന്ത്രി കരിങ്കൊടി കാണിച്ചത്. ശ്രീജിത്ത് ശ്രീകുമാരുണ്ട്. ശ്രീജിത്ത്, രാത്രി വൈകിയും പ്രതിഷേധങ്ങൾ കരിങ്കൊടി തുടരുകയാണല്ലേ? തീർച്ചയായും ഗൂഗിൾ, രാത്രി വൈകിയും പ്രതിഷേധങ്ങൾ കരിങ്കൊടി തുടരുക തന്നെയാണ്. പാലക്കാട് കാഴ്ചപ്പറമ്പ് സിഗ്നലിൽ വെച്ചാണ് ഇപ്പോൾ അല്പസമയം മുൻപ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രി വീണ ജോർജിനെ കരിങ്കൊടി കാണിച്ചത്. അവർ നാളെ രാവിലെ നിപ്പ അവലോകന യോഗത്തിന് പാലക്കാട് വെച്ച് യോഗം നടത്താൻ വേണ്ടി വരികയായിരുന്നു. ആ സമയത്താണ് കരിങ്കൊടി പ്രതിഷേധമുണ്ടായത്. 4 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ആ കരിങ്കൊടി പ്രതിഷേധം മറികടന്ന വീണ ജോർജ് അവർ പാലക്കാട്ടേക്ക് മടങ്ങിയിട്ടുണ്ട്. എന്തായാലും അല്പസമയം മുൻപാണ് ഈ പ്രതിഷേധം നടന്നത്. ശരി, ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് നിപ്പ അവലോകന യോഗത്തിനായി എത്തിയതാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ്. അവിടെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുന്നു രാത്രി വൈകിയും. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.